ONV അനുസ്മരിക്കാനായി ഗായകൻ ജി വേണുഗോപാൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജി വേണുഗോപാൽ, ഓർമ്മയായിരിക്കുന്നു ONV, എങ്ങനെ അനുസ്മരിക്കുന്നു താങ്കൾ? ഞാൻ വളരെ ഓർക്കപ്പുറത്തുള്ള വലിയൊരു ഷോക്കിലാണ്. ഞാൻ വേറൊരു കാര്യത്തിനായിട്ട് ഇവിടെ ബാംഗ്ലൂർ ജിഗനിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫോൺ വന്നിട്ടാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം മലയാളത്തിലെ മഹാനായ കവിയാണ്, ഗാനരചയിതാവാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് എന്നെ വളരെ കൊച്ചിലെ പാടുന്നത് മുതൽ എൻ്റെ അമ്മയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു വിമൻസ് കോളേജിൽ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകൻ, ഒരു പിതാവിന്റെ സ്ഥാനത്ത് ഞാൻ മാതൃകയായിട്ട് കണ്ടിരുന്നു, ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് എൻ്റെ ആദ്യത്തെ ഏറ്റവും നല്ല ഫോളോവേഴ്സ് എല്ലാം എഴുതിയ, സിനിമയിൽ എഴുതിയ കവി എന്നുള്ള രീതിയിൽ ഞാൻ ആകാശവാണിയിൽ ആദ്യമായി ലളിതഗാനങ്ങൾ തുടങ്ങുമ്പോൾ മനോഹരങ്ങളായ എത്രയോ ലളിതഗാനങ്ങൾ രാധാകൃഷ്ണൻ ചേട്ടന്റെയും ONV സാറിന്റെയും ഗാനങ്ങളും ഞാൻ എത്രയോ പാടിയിരിക്കുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഒരു സമ്മിശ്രമായ വികാരങ്ങളാണ്. അത് പ്രത്യേകിച്ച് എനിക്കത് അദ്ദേഹത്തിന്റെ എങ്ങനെ അദ്ദേഹത്തിനെ അനുസ്മരിക്കുമെന്ന് ചോദിക്കുമ്പോൾ തീരാത്തൊരു ദുഃഖം മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കവി എന്നുള്ള ഉപരി അദ്ദേഹം പല പല തലങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ശ്രീ ജി വേണുഗോപാൽ, നേരത്തെ ഇന്നസെന്റ് ഒക്കെ പറയുകയായിരുന്നു, അദ്ദേഹം എഴുത്ത് തുടങ്ങിയത് മുതൽ പിന്നീട് വന്ന എല്ലാ തലമുറയ്ക്കും ആസ്വാദ്യകരമായ പാട്ടുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിലയിരുത്തേണ്ട ഏറ്റവും വലിയ സംഗതി എന്നായിരുന്നു ഇന്നസെന്റ് പറഞ്ഞത്. ഒരുപക്ഷെ ഇനി വരാനുള്ള തലമുറയ്ക്ക് പോലും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രചനകളായിരുന്നു അദ്ദേഹത്തെ ശ്രദ്ധേയമാക്കിയത് എന്നായിരുന്നു ഇന്നസെന്റ് നേരത്തെ അനുസ്മരിച്ചത്. അങ്ങനെ തന്നെയല്ലേ ONVയെ വിലയിരുത്തേണ്ടത്? അതെ, അദ്ദേഹത്തിന്റെ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും പരാമർശിക്കാത്ത വിഷയങ്ങളില്ല. അത് പ്രകൃതിയാണെങ്കിലും, മരണത്തിന് അഭിമുഖീകരിക്കുന്ന ഭൂമിയാണെങ്കിലും, പ്രണയമാണെങ്കിലും, വിരഹമാണെങ്കിലും, വാത്സല്യമാണെങ്കിലും, താരാട്ടാണെങ്കിലും, അദ്ദേഹം സിനിമയിലാണെങ്കിലും കവിതയിലാണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്യാത്ത സബ്ജക്ട്, അത് വിഷയങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിന് ഒരു ONVയുടെ ഒരു സ്പർശം അതിനകത്ത്. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ ലളിത കോമള പദാവലികളായിരിക്കും, കവിതയ്ക്ക് എഴുതുമ്പോൾ അതിന്റെ വൃത്തമനുസരിച്ച് അതിന്റെ കാവ്യഭംഗി ഒട്ടും ചോർന്നു പോകാതെയുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു കരവിരുത, ഒരു കഴിവ് ആ കവിതകളിലെല്ലാം കാണാൻ സാധിക്കും. പക്ഷെ ഈ ഒരു നിമിഷം എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതകളിലേക്ക് എനിക്ക് പോകാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ വല്ലാത്തൊരു വ്യസനമാണ് എനിക്ക് ഈ അവസരത്തിലുള്ളത്. വേണ്ടപ്പെട്ട ഒരാൾ വിട്ടുപോയതിലുള്ള ഒരു ദുഃഖം മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ മീഡിയ വണ്ണമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ ജി വേണുഗോപാൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ONV വിടവാങ്ങിയിരിക്കുന്നു. അല്പസമയം മുൻപ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം.